അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 140. നിനക്ക് ഏതു നേരവും ഇത് തന്നെയാണോ പണി? അഗ്നി ചിരിയടക്കി നിർത്തിക്കൊണ്ട് അപ്പുവിനോട് ഗൗരവത്തോടെ ചോദിച്ചു. അപ്പു അവനെ കൂർപ്പിച്ചൊന്ന് നോക്കി. ഒരു നിമിഷം അവൻ രാവിലെ ജ്വാലയോടും അഗ്നിയോടും പറഞ്ഞ വാക്കുകൾ ഓർത്തു നോക്കി. അയ്യേ, നിങ്ങൾക്ക് ഏതു നേരവും ഇത് തന്നെയാണോ പണി? അതെ, അത് തന്നെ. ആ ഡയലോഗ് തന്നെയാ ഇപ്പൊ ഏട്ടൻ എന്നോട് തിരിച്ചു പറഞ്ഞേ. എന്റെ മഹാദേവ, എന്നെ എന്താ ഇപ്പൊ നിങ്ങൾ കാണുന്നില്ലേ? ഒരു പണി അങ്ങോട്ട് കൊടുക്കുമ്പോഴേക്കും അത് അതേപോലെ തിരിച്ചു കിട്ടുകയാണല്ലോ. രാവിലെ ഏട്ടനെയും ജ്വാലയും ട്രോളി അതേ ഡയലോഗ് ഇത്ര പെട്ടെന്ന് എനിക്ക് നേരെ. അവൻ നെടുവീർപ്പിട്ടുപോയി. അപ്പു, സ്വപ്നം കാണണോടോ മോനെ? മോഹൻ അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അപ്പു ചമ്മി. ഈ അത് പിന്നെ അച്ഛാ, അത് അത് ഞാനല്ല, ഇവളാ. എനിക്കൊന്നും അറിയില്ല. അവൻ കൊച്ചുകുട്ടികളെ പോലെ ചുണ്ടു പിളർത്തിപ്പോയി. കിളിപോയ പോലെ നിന്ന ചിത്തുവിന്റെ മുഖത്ത് ആ നിമിഷം ഒരു ചിരി മിന്നിമാഞ്ഞു. പിന്നെ അറിഞ്ഞൂടാ പോലും. ആരവട്ടെ മനഃപൂർവ്വന്റെ പൊന്നുവിനെ പിടിച്ച് ഉമ്മ വെച്ചതാ. അയ്യേ, നിങ്ങൾക്ക് ഇത് തന്നെയാണോ പണി? ജ്വാല മീനുവിന്റെ കയ്യും പിടിച്ച് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അഗ്നി ചോദിച്ചതുപോലെ തന്നെ അവനോട് ചോദിച്ചു. അപ്പു അവളെ തറപ്പിച്ചൊന്ന് നോക്കി. കുരിപ്പ്, അതിനിടെ കൂടെ അവൾ എനിക്കിട്ട് കൊട്ടുവാ. അവൻ പല്ല് കടിച്ചു. അത് കണ്ട് ജ്വാല അവനെ നോക്കി പുച്ഛിച്ചു. അപ്പു വീണ്ടും പൊന്നുവിനെ നോക്കി. അവനെ കണ്ണുമയ്ക്കാതെ നോക്കി നിൽക്കുകയാണ് അപ്പോഴും അവള്. എന്റെ മഹാദേവ, ഈ പെണ്ണിന് എന്തു പറ്റി? അവൻ അവളുടെ അടുത്തേക്ക് മുഖമടുപ്പിച്ച് അവളെ സൂക്ഷിച്ചു നോക്കി. അയ്യോ, ദേ അപ്പോട്ടൻ വീണ്ടും പൊന്നിന് ഉമ്മ വയ്ക്കാൻ പോകുന്നേ. മീനു ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പുവും ഏതോ ലോകത്തിൽ എന്ന പോലെ നിന്നിരുന്ന പൊന്നു ഒരുപോലെ ഞെട്ടിപ്പോയി. അടുത്ത നിമിഷം അപ്പുവിന്റെ കൈ മീനുവിന്റെ ചെവിയിലായി മുറുകി. ആ, വിടടോ കാല. അവളിൽ നിന്ന് തുള്ളിപ്പോയി. അനാവശ്യം പറയോടി നീനി? അവൻ ചോദിച്ചു. ആ, ഇല്ലായേ. മീനു അലറി. വിട്ടേ അരവേട്ട. ജ്വാല അവന്റെ കൈ തട്ടിമാറ്റി. ഹൂ. മീനു ചെവി ഒഴിഞ്ഞുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. പക്ഷേ ഈ നേരം കൊണ്ട് തന്നെ എല്ലാവരുടെയും കളിയാക്കല് കേട്ട് അപ്പോഴേക്കും അപ്പുവിന് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അവൻ പൊന്നുവിനെ ദേഷ്യത്തോടെ നോക്കി. എവിടെ നോക്കിയടി നടക്കുന്നേ നീ, നാഗവല്ലി? രണ്ട് മത്തക്കണ്ണില്ലേ നിന്റെ മുഖത്ത്? എന്നിട്ട് കറക്റ്റായി വന്ന് എന്റെ നെഞ്ചത്തോട്ട് തന്നെ വീണിരിക്കുന്നു. അവൻ അവളുടെ കയ്യിൽ ദേഷ്യത്തോടെ പിടിച്ചുലച്ചു. അപ്പു, മോളെ വിട്ടെ. അഗ്നി ശബ്ദമുയർത്തി. ഇല്ല ഏട്ടാ, നിങ്ങളെല്ലാരും എന്നെ ഇങ്ങനെ കളിയാക്കുന്നില്ലേ? എന്താ ഈ കുരുപ്പിന് മാത്രം ഒന്നും പറയാത്തെ? ഇവളെ എന്നെ ഉമ്മ വെച്ച്, അല്ലാതെ ഞാനല്ല. എന്നിട്ട് നിൽക്കുന്ന കണ്ടോ വടി പോലെ? സംസാരിക്കടി, നിന്റെ നാക്കാരെങ്കിലും പിഴുതെടുത്തോ? അവൻ അവളോട് മുരണ്ടു. അത്രയും കേട്ടപ്പോഴേക്കും പൊന്നുവിനും ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. എടോ, താൻ കൂടുതൽ ഓവറാവണ്ട. തന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഞാൻ കരുതി കൂട്ടി തന്നെ ഉമ്മ വെച്ചതാന്ന്. തന്നോട് ആര് പറഞ്ഞു എന്നെ കയറി പിടിക്കാൻ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായേ? അവൾ അവനോട് ചീറി. അപ്പുവിന്റെ വാടഞ്ഞു പോയി. ജ്വാലയും മീനു രണ്ടിന്റെ വഴക്ക് കണ്ട് പെട്ടെന്ന് അഗ്നിയുടെ അടുത്തേക്ക് ചെന്ന് നിന്നു. ദേവേട്ട, ഇത് അടിയാവുന്നു തോന്നണു. ഒന്ന് പറ, വഴക്കിടലേന്ന്. ജ്വാല പേടിയോടെ പറയുന്നുണ്ട്. പക്ഷെ അഗ്നി ചിരിക്കുകയാണ്. നീ ഒന്നും മിണ്ടാതിരുന്നേ ഊഞ്ഞ. അവരായി അവരുടെ പാടായി. നമുക്കിവിടെ നിന്ന് അവരുടെ വഴക്ക് കാണാം. അതും പറഞ്ഞ അഗ്നി അവളുടെ തോളിലൂടെ കൈയിട്ട് പിടിച്ചു. ദേവേട്ട, എന്താ ഇത്? കഷ്ടമുണ്ട് കേട്ടോ. അവള് പരിഭവിച്ചു. അഗ്നി അപ്പോഴും ചിരിച്ചതേയുള്ളൂ. മോളെ, കണ്ണം പറഞ്ഞതാ ശരി. നമുക്കിവിടെ നിന്ന് അവരുടെ തല്ല് കാണാം. അച്ഛനും കുറെ കാലായി ഒരു വഴക്കൊക്കെ നേരിട്ട് കണ്ടിട്ട്. മോഹൻ ഉത്സാഹത്തോടെ പറയുന്നുണ്ട്. അച്ഛേ. ജ്വാല അയാളെ കണ്ണുകൂർപ്പിച്ച് വിളിച്ചു. മിണ്ടാതെ നിൽക്കുമോളെ. അവന്റെ സ്വഭാവത്തിന് അവന് കുറച്ച് കിട്ടണം. വാങ്ങിക്കൂട്ടട്ടെ. മോഹൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. ജ്വാല ഒട്ടൊരമ്പരപ്പോടെ അയാളെ നോക്കി. ചിത്തു ആണെങ്കിൽ പ്രശ്നത്തിൽ ഇടപെടണോ വേണ്ടേന്ന് ആലോചിക്കുകയാണ്. പക്ഷെ ഇത്രയും നേരം ദേഷ്യം കൊണ്ട് വിറച്ചു നിന്നിരുന്ന സൗബിയുടെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്റെ ഈശ്വര, ഒരു നിമിഷം പേടിച്ചുപോയി. ഈ ഒരു കാരണം കൊണ്ട് അരവേട്ടന് ഇവളോട് ഇഷ്ടം തോന്നുമെന്ന് കരുതി. ഹൂ, ഇല്ല, രണ്ടും മുട്ടനടിയാ. സൗബി അവരുടെ വഴക്ക് കൂടട്ടെ എന്ന പോലെ കൈകൾ കൂട്ടി ഉരസുന്നുണ്ട്. എന്റെ അരവേട്ടൻ, എന്നിട്ട് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അവര് തമ്മിൽ പരസ്പരം കിസ് ചെയ്തല്ലോ. അത് ഓർക്കവേ അവൾക്ക് സങ്കടമോ ദേഷ്യമോ എന്തൊക്കെയോ തോന്നുന്നുണ്ടായിരുന്നു. അപ്പൂനെ ചുംബിച്ച പൊന്നൂന്റെ ചുണ്ടു പിടിച്ച് ചുമരിൽ തേക്കാനുള്ള ദേഷ്യമുണ്ട് അവൾക്ക്. കൈകൾ ദേഷ്യത്താൽ ചുരുട്ടിക്കൊണ്ട് അവരുടെ വഴക്ക് സന്തോഷത്തോടെ കാണുകയാണ് സൗബി. എന്താടോ, തനിക്ക് നാവില്ലേ? സംസാരിക്കേ. താനെന്തിനെന്നെ കയറി പിടിച്ചേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അപ്പുവിന്റെ മൗനം കണ്ട് പൊന്നു കലിയോടെ ചോദിച്ചു. എടി, നിർത്തിക്കോ നീ. ഞാൻ പിടിച്ചില്ലെങ്കിൽ കാണായിരുന്നു ഇപ്പോ മൂക്കും കുത്തി താഴെ കിടന്നേനെ. എങ്കിൽ പിന്നെ ഓഞ്ഞ മുഖം ഇതിലും മോശമായനെ. നിന്നെ രക്ഷിച്ചതിന് നന്ദിയാ പറയണ്ടേ നീ എന്നോട്. ഇത് അതിനും കൂടി എനിക്ക് വഴക്ക്. നിന്നെയൊക്കെ രക്ഷിക്കാൻ നോക്കിയതിന് എനിക്ക് ഇത് തന്നെ കിട്ടണം, നാഗവല്ലി. അപ്പു അലറുകയായിരുന്നു. അവന്റെ സംസാരം കേട്ട് അവളുടെ വായൊന്നടഞ്ഞെങ്കിലും എല്ലാവർക്കും മുന്നിൽ വെച്ച് അവനെ കിസ് ചെയ്ത് ചമ്മല് മറയ്ക്കാൻ വേണ്ടി അവൾക്ക് ഇങ്ങനെ ശബ്ദമുയർത്തിയേ മതിയാകുമായിരുന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാവരും കൂടി എന്നെ കളിയാക്കും. പൊന്നു ദയനീയമായി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അപ്പുവിനെ കൂർപ്പിച്ചു നോക്കി. എന്താടി? അവളുടെ നോട്ടം കണ്ട് അവൻ ചോദിച്ചു. നിങ്ങൾ വലിയ ഷോ ഒന്നും കാണിക്കണ്ട, വൃത്തികെട്ടവൻ. എനിക്കറിയാം, താൻ എന്നെ മനഃപൂർവ്വം പിടിച്ച് ഉമ്മ വെച്ചതാ. അവൾ അവനെ നോക്കി പുച്ഛിച്ചു.
അയ്യോ, ഉമ്മിക്കാൻ പറ്റിയൊരു മോന്ത. എടി നാഗവല്ലി, നീ നിന്റെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഈ മുഖം കണ്ട പട്ടി പോലും കഞ്ഞി കുടിക്കില്ല. അപ്പോഴാ ഞാൻ അവളെ ഉമ്മ വെക്കുന്നേ. അവൻ അവളെ ചിറഞ്ഞു നോക്കി. പട്ടിക്കല്ലെങ്കിലും കഞ്ഞി ഇഷ്ടല്ല അപ്പേട്ടാ, നമുക്ക് വല്ല ചിക്കനോ മട്ടനോ ഒക്കെ വാങ്ങിക്കൊടുക്കാ. പൊന്നൂന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു. അതുവരെ അവളോട് തട്ടിക്കറിയ അപ്പൂന്റെ മുഖം അവളുടെ അപ്പേട്ട എന്ന വിളിയിൽ ഒന്ന് മാറി. നെഞ്ചിടിപ്പ് ഉയർന്നു. സംസാരിക്കാൻ കഴിയാത്തതുപോലെ വാടഞ്ഞു പോയി. പൊന്നൂനും അവന്റെ മാറ്റം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇതുവരെ കണ്ട ദേഷ്യമല്ല ഇപ്പോ ആ കണ്ണിൽ മറ്റെന്തോ ഭാവം. എന്താണത്? അവള് സൂക്ഷിച്ചു നോക്കി. അപ്പു പെട്ടെന്ന് അവളീന്ന് മുഖം തിരിച്ചു. പൊന്നുവിന്റെ ചുണ്ടിൽ കുസൃതിച്ചിരി വിരിഞ്ഞു. എന്താ പെട്ടെന്നും പറയാത്തെ? സംസാരിക്കുന്നേ. എനിക്കറിയാം നിങ്ങളെന്നെ ഉമ്മ വെച്ചതല്ലാന്ന്. നിങ്ങൾക്കും അറിയാം ഞാനും വേണമെന്ന് കരുതി ചെയ്തതല്ലാന്ന്. എന്നിട്ടും ഇത്രയൊക്കെ പറയുന്നത് കുറച്ച് ഓവറല്ലേ? അവള് പുരികമുയർത്തി. അത് അപ്പൂന് എന്തു പറയണമെന്ന് അറിയാതായിപ്പോയി. ഒരു പെണ്ണിനു മുന്നിൽ ആദ്യമായി അപ്പു പതറുകയായിരുന്നു. അത് ബാക്കി പറ, അവള് കുറുമ്പോടെ പറഞ്ഞു. അപ്പു അവളെ നോക്കി ചുണ്ടു കുറിപ്പിച്ചു. ബാക്കി ഒന്നുമില്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഹാളിൽ പോയി കളിച്ചോണം. ഇനി മുകളിൽ പോയി ഇങ്ങനെ ഓടിക്കളിച്ചാ ഇപ്പൊ നാവുകൊണ്ടേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ. അടുത്തതിന്റെ കൈയായിരിക്കും നിനക്കുള്ള മറുപടി തരുന്നേ. അവൻ അവൾക്ക് നേരെ കൈയോങ്ങി. അവള് പേടിയോടെ അല്പം നീങ്ങി നിന്നു. ജ്വാല അവരെ തന്നെ ഉറ്റുനോക്കി. രണ്ടുപേരുടെ സംസാരത്തിൽ ഇപ്പോൾ ദേഷ്യമല്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൾ അഗ്നിയുടെ നെഞ്ചിലേക്ക് ചേർന്ന് നിന്നു. എന്താടാ? അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താ ദേവേട്ട അവര് തമ്മില്? ഇത് ശരിക്കും വഴക്കന്നെയാണോ? എന്തോ ഒരു മാറ്റം രണ്ടാൾക്കുണ്ട്. ജ്വാല അഗ്നിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മറുപടിയായി അവനൊന്ന് പുഞ്ചിരിച്ചു. എല്ലാത്തിനുള്ള മറുപടി നമുക്ക് വൈകാതെ തന്നെ കിട്ടും. ഇപ്പന്റെ കുഞ്ഞ് അതൊന്നും ആലോചിക്കണ്ട കേട്ടോ. അവള് മൂളി. വീണ്ടും നോട്ടം അവരിലേക്ക് തന്നെ പോയി. അപ്പു പൊന്നൂന് നേരെ കൈ ഉയർത്തി തന്നെ നിൽക്കുകയാണ്. പൊന്നു അവനെ നോക്കി ഒരു കണ്ണിറുക്കി. അതോടെ അപ്പുവിന്റെ കണ്ണ് മിഴിഞ്ഞുപോയി. കൈകൾ താഴ്ന്നു. അതെന്താ അപ്പേട്ടൻ എന്നോട് ഓടിക്കളിക്കണ്ടെന്ന് പറഞ്ഞേ? ഞാൻ വീഴുന്ന ഓർത്തിട്ടാണോ? അപ്പനോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ അപ്പേട്ടന്? അവള് നാണത്തോടെ ചോദിച്ചു. ചിത്തുവിന് പൊന്നുവിന്റെ നാണം കണ്ട് ചിരി വന്നു പോയി. അവര് ചിരിച്ചു പോയിരുന്നു. അമ്മേ! അവരുടെ ചിരി കണ്ട് അപ്പു ദേഷ്യത്തോടെ വിളിച്ചു. നോക്കുമ്പോ സൗബി ഒഴികെ ബാക്കി എല്ലാത്തിന്റെയും ചുണ്ടിലും ഒരു ചിരിയുണ്ട്. സൗബിയുടെ മുഖത്ത് ദേഷ്യമാണ്. ഓഹോ, അപ്പൊ എല്ലാരും ഈ നാഗവല്ലിയുടെ ഭാഗത്താണല്ലേ? അപ്പു മുഖം വീർപ്പിച്ചു. ഞങ്ങൾ ആരുടെയും ഭാഗത്തല്ല അപ്പു. എന്താ ആരാ ചെയ്തെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോ നിങ്ങൾ രണ്ടാളും കിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആരുടെ പക്ഷത്ത് നിൽക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അഗ്നി കൈമലർത്തി. അതെ, ഞാനും അതേ കണ്ടുള്ളൂ. ജ്വാലയും പറഞ്ഞു. ഞാനും അതെ. മീനും പറഞ്ഞു. എന്നാ ഞാനും. മോഹന്റെ മറുപടി എത്തി. അപ്പൂനെല്ലാം കൂടി കേട്ട് ആകെ വിറഞ്ഞു കയറുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കൊന്നും പറയാനില്ലേ? അവൻ ചിത്തുവിനോട് ചോദിച്ചു. ഉണ്ട്. എന്തിനാ വഴക്ക് രണ്ടാളും തമ്മില്? അത് കഴിഞ്ഞില്ലേ? രണ്ടാൾക്കൊരു അബദ്ധം പറ്റി, അത് വിട്ടേക്ക്. ചിത്തു അവരുടെ വഴക്ക് തീർക്കാനായി പറഞ്ഞതും അപ്പൂന്ന് നിശ്വസിച്ചു. എനിക്കല്ലെങ്കിൽ ആരോടും വഴക്കുണ്ടാക്കണമെന്നൊന്നുമില്ല. ഈ നാഗവലി വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാ ഞാൻ ഇന്ന് ഓഫീസിൽ പോലും പോയേ. അല്ലെങ്കിൽ പോവില്ലായിരുന്നു. എന്നിട്ടോ ഇവിടേക്ക് കയറി വന്നതും ഇവൾ അലച്ചു തല്ലി എന്റെ നെഞ്ചിൽ തന്നെ വീണു. രക്ഷിച്ചതിന് കയറി പിടിച്ചു എന്ന പേരും. അപ്പു അത്രയും പറഞ്ഞുകൊണ്ട് പൊന്നൂനെ നോക്കി. നെഞ്ചിൽ കൈകെട്ടി നിന്ന് അവനെ തന്നെ നോക്കുന്നുണ്ട് പൊന്നു. ആ നോട്ടം കണ്ടതും അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ മുകളിലേക്ക് നടക്കാനൊരുങ്ങി. പിന്നെന്തോ ഓർത്തതുപോലെ അവിടെ നിന്ന് പൊന്നുനെ തിരിഞ്ഞു നോക്കി. അവൾ എന്താണാവോ എന്ന പോലെ അവനെ നോക്കി പുരികമുയർത്തി. പിന്നെ നിന്നോട് സ്റ്റെയറിലൂടെ ഓടിക്കളിക്കണ്ടെന്ന് പറഞ്ഞത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. നീ ബോധമല്ലാതെ ഇതുപോലെ ഓടി വന്നിട്ട് എനിക്ക് എന്റെ നടു ഓടിക്കാൻ വയ്യാത്തോണ്ടാ. മനസ്സിലായോടി നാഗവല്ലി? നീ പോടാ മരപ്പട്ടി. അവളുടെ മുഖത്ത് പുച്ഛം മാത്രം. അപ്പു അവളെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് നേരെ അഗ്നിയെ നോക്കി. ഏട്ടാ, ദേ ഇവളെ ഒതുക്കിക്കോ. ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പോന്നതിന് മുന്നേ ഇവൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. മാറടി അങ്ങോട്ട്. അപ്പു അവളുടെ തോളിൽ പിടിച്ച് പതിയെ തള്ളിക്കൊണ്ട് മുകളിലേക്ക് നടന്നു. അപ്പേട്ടാ! പൊന്നു പെട്ടെന്ന് അവനെ പുറകീന്ന് വിളിച്ചു. എന്താടി നാഗവല്ലി? അപ്പു അവളെ നോക്കി പുച്ഛിച്ചു. ഇളങ്കാറ്റിലെ കുലകളുടെ ആട്ടം നിന്നോ? അവള് കുറുമ്പോടെ ചോദിച്ചു. അപ്പു ഞെട്ടിപ്പോയി. അവന്റെ കണ്ണുകൾ മിഴിഞ്ഞു. അവന്റെ മുഖഭാവം കണ്ട് അവൾക്ക് ചിരി പൊട്ടി. എന്തു പറ്റി അപ്പേട്ടാ? അപ്പേട്ടൻ അന്ന് വന്നപ്പോ എനിക്ക് കാണിച്ചു തന്നില്ലേ? ഛേ, പറഞ്ഞു തന്നില്ലേ ഏതൊരു തെങ്ങിന്റെ കാര്യം? അതാ ഞാൻ പറഞ്ഞേ. അവൾ അതും പറഞ്ഞുകൊണ്ട് ഇളിച്ചു. കണ്ണുകൾ കൊണ്ട് അവനെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കി. അപ്പു ആകെ വിളറി വെളുത്തുപോയി. ഏത് തെങ്ങ്? എപ്പോ കാണിച്ചു തന്നു? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ജ്വാല കണ്ണു ചുരുക്കി. പക്ഷെ അഗ്നിയുടെ മുഖത്തെന്തോ സംശയമാണ്. ജ്വാലയുടെ പറച്ചിൽ കേട്ട് അപ്പു അവളെ വല്ലായ്മയോടെ നോക്കി. അത് എടി ഏട്ടത്തി, ഇതിന് വട്ടാ. നീ ഇതൊന്നും വിശ്വസിക്കല്ലേ? അപ്പുവിന്റെ സ്വരം ദയനീയമായി. ജ്വാല തലയാട്ടി. എന്നാലും ഏത് കൊലകളുടെ ആട്ടാ മോള് പറയുന്നേ? മോഹന് സംശയമാണ്. അതച്ചാ. പൊന്നു എന്തോ പറയാനൊരുങ്ങി. അച്ഛാ! പെട്ടെന്ന് അപ്പു അലറി. എന്താടാ? അയാള് ചോദിച്ചു. അത് അച്ഛൻ എന്തൊക്കെ അറിയണം? ഒന്ന് പോകുന്നുണ്ടോ? എല്ലാം ഒരു തെങ്ങും കൊലയും എല്ലാം കൂടി വെട്ടിക്കളഞ്ഞ്.
അപ്പു പല്ല് കടിച്ചുകൊണ്ട് പൊന്നൂനെ ദയനീയമായി നോക്കി. ഇനിയൊന്നും പറയല്ലേ എന്ന പോലെ. ഈ വെട്ടിക്കളയല്ലേ, പിന്നെ ഒരു ഉപയോഗം ഇല്ലാതായി പോവും. അവള് കണ്ണിറുക്കി. അപ്പു അടിമുടിയൊന്ന് വിറച്ചുപോയി. നിന്നോടൊക്കെ ഈശ്വരൻ ചോദിക്കോടി മഹാഭാവി, പന്ന പട്ടി. അവൻ അവളെ പിടിച്ച് മുന്നോട്ട് തള്ളി പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോയി. അവന്റെ തള്ളിലൊന്ന് മുന്നോട്ട് ആഞ്ഞുപോയെങ്കിലും അവൾ ബാലൻസ് ചെയ്ത് നിന്ന് അവൻ പോകുന്നതും നോക്കി ചിരിച്ചു. പതിയെ അതേ ചിരിയോടെ അവൾ ഹാളിലേക്ക് നോക്കി. തന്നെ ഉറ്റുനോക്കി നിൽക്കുന്ന എല്ലാവരെയും കണ്ട് പൊന്നൊന്ന് ഇളിച്ചു കൊടുത്തു. അഗ്നി അവളെ തറപ്പിച്ചൊന്ന് നോക്കി. അവന്റെ നോട്ടം കണ്ടതും അവൾ പെട്ടെന്ന് തല താഴ്ത്തി. അഗ്നി പൊന്നൂന്റെ മുന്നിൽ വന്ന് നിന്നു. തുടരും.